ഇപ്പോൾ ഈ ഒരു വാഹനം കയറ്റത്ത് നിൽക്കുകയാണ്. കയറ്റത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ഇതേ ഫസ്റ്റ് ഗിയർ ഞാൻ കൊടുക്കുകയാണ്. ഇതാണ് താറിന്റെ കീ വരുന്നത്. അതായത് ഈ സ്റ്റിയറിംഗ് വീലിലായിട്ട് നമുക്ക് കുറെ അധികം കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു 6 ഗിയർ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ഒരു വാഹനമാണ്. അതായത് ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് എന്നോടൊപ്പം ഉള്ള വാഹനം മഹേന്ദ്ര താറാണ്. 2025 മോഡൽ താർ. ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ താറിൻ്റെ ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ജീപ്പിൻ്റെ ഐതിഹാസിക പാരമ്പര്യം പേറുന്ന ഈ കാറ് 2025 പുതിയ മോഡലായ 2 വീൽ ഡ്രൈവ് വേരിയൻ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇനി വാഹനത്തിന് മുൻവശത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ വിൻഡ്ഷീൽഡ് അല്ലെങ്കിൽ ഗ്ലാസ് ഏരിയ നോക്കുക. പഴയ ജീപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ വരുന്ന ഒരു ഗ്ലാസ് ഏരിയ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. പക്ഷെങ്കിൽ നമുക്ക് പഴയ വാഹനവും ഈ വണ്ടിയുടെ ഗ്ലാസ് ഏരിയയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ആ ഒരു ഷേപ്പ് എന്നൊക്കെ പറയുന്നത് ഏകദേശം പഴയ ജീപ്പിൻ്റെ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ്. പിന്നെ ഒപ്പം തന്നെ ഇവിടെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് വൈപ്പർ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമേറിയ ബോണറ്റ് ഏരിയ കാണാനായിട്ട് സാധിക്കും. പിന്നെ താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രില്ലും ഇവിടെ ഒരു താറിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് റൗണ്ട് ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ ഹെഡ് ലാമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള വലിപ്പമേറിയ ഒരു ബമ്പർ ഏരിയ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അത്യാവശ്യം വാഹനം ഒന്ന് കെട്ടിവലിക്കാനായിട്ടുള്ള സംവിധാനം, അതിനുള്ള ഒരു ഹുക്കും ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഒരു 18 ഇഞ്ച് ടയറാണ് വാഹനത്തിന് വന്നിരിക്കുന്നത്. പിന്നെ വശങ്ങളിലായിട്ട് നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സൈഡ് സ്റ്റെപ്പ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈഡ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു. ഇനി ബാക്ക് സൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു സ്പെയർ വീല് കൊടുത്തിരിക്കുന്നു. ജീപ്പിൻ്റെ പോലെ തന്നെ ഒരു സ്പെയർ വീല് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നേരെ ഡ്രൈവിംഗ് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഒരു വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുക, എന്നിട്ട് കൈ ഇങ്ങനെ മുന്നിലേക്ക് നിവർത്തുക. മുന്നിലേക്ക് നിവർത്തുന്ന സമയത്ത് നിങ്ങളുടെ കൈയുടെ റിസ്റ്റ് ഏരിയ സ്റ്റിയറിംഗ് വീലിന്റെ ടോപ്പ് എൻഡിൽ വരുന്നതായിരിക്കണം നമ്മൾ സ്റ്റിയറിംഗ് വീലുമായിട്ട് ഇടേണ്ട ഗ്യാപ്പ്. ഒപ്പം തന്നെ നിങ്ങൾ ബ്രേക്കും ക്ലച്ചും ചവിട്ടി നോക്കുക. ചവിട്ടി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എത്തും. ഒരു 4 വിരൽ ഗ്യാപ്പ് ഡാഷ്ബോർഡുമായിട്ട് നമ്മുടെ മുട്ടിന് ഇട്ടിരിക്കുക. ഇതാണ് പ്രോപ്പറായിട്ടുള്ള ഒരു അകലം എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുക. ഇപ്പം ഞാനിത് സീറ്റ് ബെൽറ്റ് ഇടുന്നു. ഇതാണ് താറിന്റെ കീ വരുന്നത്. ഈ കീയിൽ നിങ്ങൾക്ക് ലോക്ക് അൺലോക്ക് മോഡ് ഇവിടെ കാണാം. ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ താക്കോല് ഓപ്പൺ ചെയ്ത് കിട്ടുന്നു. ഇനി വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്കിലേക്ക് എൻ്റെ കാലെടുത്ത് വെക്കുന്നു. രണ്ടാമത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു. നമ്മൾ താക്കോൽ ഇടുന്ന ഏരിയയിലേക്ക്, ഇഗ്നിഷൻ ഇടുന്ന ഏരിയയിലേക്ക് കീ ഇടുകയാണ്. ശേഷം നമ്മൾ കീ മുന്നോട്ടൊന്ന് തിരിച്ചു കൊടുക്കുന്നു. തിരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മീറ്റർ കൺസോളിലെ വാർണിംഗ് ലൈറ്റുകളെല്ലാം തെളിയും. നമുക്ക് ഈ ഒരു ഭാഗത്ത് RPM മീറ്ററും ഒപ്പം തന്നെ നിങ്ങൾക്ക് കിലോമീറ്റർ സ്പീഡ് 180 വരെയുള്ളത് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. ഇത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചുകൊണ്ട് വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്ത് നമ്മൾ നോർമലായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡിൽ വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി പ്രധാനമായിട്ടും നിങ്ങൾ സ്റ്റിയറിംഗ് വീലിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ സ്റ്റിയറിംഗ് വീലിലായിട്ട് നമുക്ക് കുറേ അധികം കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റേഡിയോയുടെയും ഒപ്പം തന്നെ നമുക്ക് വൈഫൈ, കോൾ എടുക്കാൻ, കോൾ കട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നു. ഇനി ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഓപ്ഷൻസ് ആണ് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത്. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഗിയറിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു 6 ഗിയർ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ഒരു വാഹനമാണ്. അതായത് നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഫോർവേഡ് ആയിട്ട് മുന്നോട്ട് ഓടിക്കാനായിട്ട് 6 ഗിയറുകൾ ഈ ഒരു വാഹനത്തിനുണ്ട്. ഒപ്പം തന്നെ റിവേഴ്സും കൊടുത്തിരിക്കുന്നു. ഇനി ഈ ഗിയർ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഇപ്പം വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക എന്ന് പറയുന്നത് സാധാരണ വാഹനങ്ങൾ ഇടുന്ന പോലെ തന്നെ
ഗിയർ ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് ചേർത്ത് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റ് ആയിട്ട് ഇടാനായിട്ട് കഴിയും. ഈ ഫസ്റ്റ് ഗിയറിനോട് ചേർന്ന് തന്നെയാണ് വണ്ടിയുടെ റിവേഴ്സ് ഗിയർ വരുന്നത്. ഇതാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കണം. അപ്പോൾ റിവേഴ്സ് ഗിയർ എങ്ങനെയാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഭാഗത്ത് ഒരു കോളർ ഉണ്ട്. ഇത് കണ്ടോ, ഈ ഒരു കോളർ ജസ്റ്റ് മേളിലേക്കൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നത് പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിവേഴ്സ് ഗിയർ വീഴും. അപ്പോൾ റിവേഴ്സ് ഗിയർ വീണു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നിങ്ങൾ ഇവിടെ നോക്കുക. കണ്ടോ, വണ്ടിയുടെ റിവേഴ്സ് ക്യാമറ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് വണ്ടിയുടെ റിവേഴ്സ് ഗിയർ ഇടുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ കോളർ പിടിച്ച് വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ ആക്കുക. ചുമ്മാ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് മുകളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ കറക്റ്റ് ആയിട്ട് ഇടാം. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഈ സൈഡ് തന്നെ ചേർത്ത് നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ ന്യൂട്രൽ വരുന്നു, ലെഫ്റ്റ് സൈഡ് ചേർത്ത് താഴെ സെക്കൻഡ് ഗിയർ. ഇനി തേർഡിലേക്ക് ഇടുന്ന സമയത്ത് സാധാരണ ഗിയർ ഇടുന്നത് പോലെ തന്നെ ഈ സൈഡിലേക്ക് വരുന്നു, ന്യൂട്രൽ, തൊട്ട് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് ഗിയർ കറക്റ്റ് ആയിട്ട് ഇടാനായിട്ട് സാധിക്കും. ഇനി ഫോർത്ത് എന്ന് പറയുന്നത് വീണ്ടും ന്യൂട്രൽ പൊസിഷൻ, ഗിയർ ലിവർ കറക്റ്റ് സെന്റർ ആയിട്ടായിരിക്കും കിടക്കുന്നത്, ഒരു സൈഡിലേക്ക് മാറില്ല, സെന്റർ ആയിരിക്കും. ഇവിടെ നേരെ താഴോട്ട് ഇട്ടാൽ ഫോർത്ത് ഗിയറിലേക്ക് ഇടാം. ഇനി ഫിഫ്ത്ത് എന്ന് പറയുന്നത് വീണ്ടും ന്യൂട്രൽ ആക്കുന്നു, റൈറ്റ് സൈഡിലേക്ക് ഗിയർ ലിവർ ചേർക്കുക, മേളിലേക്ക് ഇട്ടാൽ ഫിഫ്ത്ത് ഗിയർ ഇടാം. ആറാമത്തെ ഗിയറിലേക്ക് വരിക എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം തന്നെ ചേർത്ത് നേരെ താഴോട്ട് ഇട്ടാൽ നിങ്ങൾക്ക് ആറാമത്തെ ഗിയറിലേക്ക് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഗിയർ സിസ്റ്റം വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഹാൻഡ് ബ്രേക്ക് സാധാരണ വാഹനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ആണ്. ഇനി ഹാൻഡ് ബ്രേക്ക് നമുക്ക് മുകളിലേക്ക് വലിച്ചിടുന്നത് സാധാരണ ഇടുന്നത് പോലെ തന്നെയാണ്. ഇനി റിലീസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് വലിക്കുക, ഈ ലോക്ക് ബട്ടൺ ഒന്ന് ഞെക്കി പിടിച്ചുകൊണ്ട് പതിയെ താഴോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. തൊട്ടടുത്ത് നമുക്ക് കോ ഡ്രൈവർ സീറ്റ് കാണാം. ഇനി തൊട്ട് പുറകിലായിട്ട് സെക്കൻഡ് റോ സീറ്റ് കാണാം. അപ്പോൾ സെക്കൻഡ് റോ സീറ്റിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് നമുക്ക് മടക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ഈ സെക്കൻഡ് റോ സീറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് വാഹനം ഓടിച്ചു തുടങ്ങാം. ഇപ്പോൾ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. കൃത്യമായിട്ടും വണ്ടിയുടെ ഗിയർ ഞാനത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത്, കൈ ഇങ്ങനെ പിടിക്കുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുകയാണ്. ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി നമ്മൾ റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് വാഹനത്തിൻ്റെ ഹൈറ്റ്, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ വീതി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട്, നീളം, ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ വണ്ടിയുടെ സെൻറ്റർ മിറർ, റൈറ്റ് സൈഡിലെ മിറർ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ മിറർ പ്രോപ്പറായിട്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് കാണാവുന്ന പരുവത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആകുമോ അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. കാരണം ഇത്തരത്തിലുള്ള വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എൻജിൻ പവർ നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെടലേ വെക്കുകയാണ്. പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ പതിയെ ക്ലച്ച് അയച്ച് വരുന്നു. വന്നിട്ട് പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുണ്ട്, നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി നീങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എൻജിൻ പവറുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഹാഫ് ക്ലച്ച് പോയിന്റിൽ വന്ന് പതിയെ ക്ലച്ച് റിലീസ് ചെയ്താൽ വണ്ടി നീങ്ങും. ഒപ്പം തന്നെ പതിയെ ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുക, ഫസ്റ്റ് ഗിയറിൽ ഇതുപോലെ വാഹനം എടുക്കുക. ഇനി വണ്ടി എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സാധാരണ വാഹനങ്ങളിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ സെക്കൻഡ് ഗിയർ ഇടാനായിട്ടൊന്നും ലാഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഞാൻ ഇങ്ങനെ വരുന്നു, വണ്ടിക്ക് ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്തൊരു സ്പീഡാക്കുക, ഒരു കൈ കൊണ്ട് ഇവിടെ നമ്മൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നു, ക്ലച്ച് ഫുള്ള് പിടിക്കുന്നു, ഇങ്ങനെ തന്നെ ചേർത്ത് താഴോട്ട് ഇട്ടാൽ സെക്കൻഡ് ഗിയറിലേക്ക് വരാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണ്, എൻ്റെ കാല് മെല്ലെ ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ചിൽ ജസ്റ്റ് കാല് വെച്ചിട്ടുള്ളൂ, ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഈ ടേൺ എടുക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് എൻ്റെ വണ്ടി വരുന്നത്. എന്നിട്ട് ഇനി അടുത്ത തേർഡ് ഗിയർ നമ്മൾ കൊടുക്കുന്നത് സാധാരണ വാഹനങ്ങളിൽ നമ്മൾ ഗിയർ ഇടുന്നത് പോലെ തന്നെ നമുക്ക് ഒരു റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ ചെറിയ കയറ്റങ്ങളിലൊക്കെ ആണെങ്കിൽ തേർഡ് ഗിയറിൽ ഈ വണ്ടി പൊക്കോളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡ് ആക്കുകയാണ്. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഏകദേശം ഒരു 30 കിലോമീറ്റർ സ്പീഡ് ആക്കുന്നു. തേർഡ് ഗിയറിലേക്ക് നമ്മൾ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് കണ്ടോ, ഈ തേർഡ് ഗിയറിൽ ഈ ഒരു കയറ്റം, ചെറിയൊരു കയറ്റമാണ് കയറി പോകുന്നത്. കാരണം വണ്ടിയുടെ എഞ്ചിൻ അത്രത്തോളം പവറുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം വളരെ സുഖകരമായിട്ടാണ് കയറി പോകുന്നത്. ഇപ്പോൾ ഞാൻ വണ്ടിയിൽ AC ഇട്ടിട്ടുണ്ട്. AC ഇട്ടിട്ട് വരെ വണ്ടി കണ്ടോ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഇപ്പോൾ തേർഡ് ഗിയറിൽ പോവാണ്. ഇനി വീണ്ടും ഒരു റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുന്നത് പോലെ തന്നെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുക. സ്പീഡാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മളിത് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, സ്പീഡാക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ആക്സിലറേഷൻ നമ്മൾ കുറച്ചു, ക്ലച്ച് പിടിച്ചു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഇതുപോലെ സാധാരണ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ്. ഇപ്പോൾ നാലാമത്തെ ഗിയറിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മളിതുകൊണ്ട് ഈ ഒരു ഇറക്കം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. ചെറിയൊരു കയറ്റമാണ്, അഡ്വാൻസ്
ക്ലച്ച് ചവിട്ടി നമ്മൾ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇട്ട് ഈ ക്ലച്ച് ചവിട്ടി കയറ്റം കയറുന്നു. വീണ്ടും ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. വീണ്ടും ജംഗ്ഷനിൽ വരുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഇതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ വാഹനം ഈ ജംഗ്ഷൻ നമ്മളിപ്പോൾ കയറി വരികയാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ്. ഇനി നമുക്ക് 6 ഗിയർ ഇട്ട് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ വണ്ടി മൂവ് ആക്കുന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിന് ഇവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിക്കുന്നു. ലെഫ്റ്റ് സൈഡ് ചേർത്ത് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ ലെഫ്റ്റ് ചേർത്തിട്ട് കഴിഞ്ഞാൽ കൈ ഈ ഒരു ഭാഗത്തേക്ക് ബലം കൊടുത്ത് ലെഫ്റ്റ് ചേർത്തിട്ടാൽ നമുക്ക് സെക്കൻഡ് ഗിയർ തെറ്റാതെ ഇടാം. വീണ്ടും 2 കൈയും സ്റ്റിയറിങ്ങിലേക്ക് വരികയാണ്. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഈ സെയിം ടൈമിൽ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വെക്കുകയാണ്. ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുന്നു, വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ ആക്കുന്നു, മേളിലേക്ക് തട്ടിയിടുന്നു, തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ 3ാമത്തെ ഗിയറിലാണ് നമ്മുടെ വണ്ടി വരുന്നത്. വീണ്ടും ഇതുകൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടേൺ നമ്മൾ എടുക്കുകയാണ്. ബ്രേക്ക് ജസ്റ്റ് ബാലൻസ് ചെയ്തുകൊണ്ട് ഈ ടേൺ എടുക്കുന്നു. വീണ്ടും ആക്സിലറേഷൻ നമ്മൾ കൊടുത്ത് ഈ ടേൺ എടുത്ത് ഈ കയറ്റം കയറി തേർഡ് ഗിയറിൽ വരികയാണ്. ഇനി 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ 4ാമത്തെ ഗിയറിലേക്ക് ഇടുക. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വാഹനം ഓഫ് ആകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പം തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, സ്ട്രെയിറ്റ് റോഡ് വന്നു, ക്ലച്ച് പിടിക്കുന്നു, 4th ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ 4ാമത്തെ ഗിയറിലാണ് വരുന്നത്. വീണ്ടും വണ്ടിക്ക് സ്പീഡ് ആക്കുന്നു. അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് റോഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും 5th ഇട്ട് കൊടുക്കണം. ഇപ്പോൾ 5ാമത്തെ ഗിയറിലാണ് വണ്ടി ഡ്രൈവ് ആകുന്നത്. വീണ്ടും നല്ല സ്ട്രെയിറ്റ് റോഡ് വരുന്നു, സ്പീഡ് ആക്കുന്നു, 6ാമത്തെ ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ 6ാമത്തെ ഗിയറിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. ഇനി മുന്നിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ കയറ്റമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്ത് 6ൽ നിന്ന് 5ലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. വീണ്ടും എന്ത് ചെയ്യുന്നു, കയറ്റത്തിൻ്റെ അളവ് ഈ ഒരു ഭാഗത്ത് വന്ന് നമ്മൾ 4th ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ 4ാമത്തെ ഗിയർ വരികയാണ്. വീണ്ടും എന്ത് ചെയ്യുന്നു, ഇവിടെ മുന്നിലേക്ക് കയറ്റം വരുന്നു എന്ന് തോന്നുമ്പോൾ ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ 3ലേക്ക് കൊടുക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ടേൺ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് വരികയാണ്. സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നു, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. വീണ്ടും നമുക്ക് വണ്ടി സ്ലോ ചെയ്ത് ടേൺ എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സിലറേഷൻ നമ്മൾ ബാലൻസ് ചെയ്ത്, അതായത് ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്തുകൊണ്ട് ഇതുണ്ട് നമ്മൾ ഈ ഒരു ടേൺ, ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ടേൺ എടുത്ത് വരുന്നു. ബ്രേക്കിലൊന്ന് ബാലൻസ് ചെയ്ത് സ്റ്റിയറിംഗ് നേരെയാക്കി നമ്മളിതുണ്ട് ഇപ്പോൾ ഒരു S ടൈപ്പ് ടേൺ എടുത്തു. വീണ്ടും വണ്ടിക്ക് സ്പീഡാക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് താറ് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് താറ് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ പേടിക്കേണ്ട. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കയറ്റത്ത് വണ്ടി ഓഫായി പോകുമോ, എടുക്കാൻ പാട് വരുമോ, ഇങ്ങനെയുള്ള ഫിയറും നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഈ ഒരു വാഹനം കയറ്റത്ത് നിൽക്കുകയാണ്. കയറ്റത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ഇതേ ഫസ്റ്റ് ഗിയർ ഞാൻ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നു, പതിയെ ക്ലച്ച് റിലീസ് ചെയ്തതുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് വെച്ചു. ഓക്കെ, ചെറിയ കയറ്റമാണെങ്കിൽ ഇതുണ്ട്, ക്ലച്ചേ തന്നെ വാഹനം ഇതുണ്ടോ നീങ്ങിക്കോളൂ. ഹാഫ് ക്ലച്ച് പോയിന്റ് ഇത് പതിയെ അയച്ചപ്പോൾ തന്നെ ഇതുണ്ട്, വണ്ടി നീങ്ങുന്നുണ്ടോ. അപ്പം ഇനി ഇത്തിരി വലിയ കയറ്റമാണെങ്കിൽ പോലും നമുക്ക് വാഹനം ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് പേടിക്കണം, വണ്ടി ഓഫായി പോകുമോ എന്നുള്ളൊരു ഫിയർ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള താറ് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ല. അതായത് ചെറിയൊരു വാഹനത്തിൽ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ താറിൽ നിങ്ങൾക്ക് ഓടിക്കുന്ന സമയത്ത് ഒരിക്കലും ഹാഫ് ക്ലച്ച് അത്രയും ബുദ്ധിമുട്ട് വരില്ല. പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ക്ലച്ച് റിലീസ് ചെയ്താൽ തന്നെ വണ്ടി കുറച്ച് നീങ്ങിക്കോളും. അപ്പോൾ പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ച് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ച് നയിച്ചു കഴിഞ്ഞാൽ വണ്ടി എടുക്കാം, വണ്ടി ഒരു കാരണവശാലും ഓഫ് ആകത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുക. ഒപ്പം തന്നെ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ചുകളൊക്കെ വരുന്നത് ഈ ഒരു റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ച്, അതായത് റൈറ്റ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ സ്വിച്ചുകൾ കാണാനായിട്ട് കഴിയും. പിന്നെ വൈപ്പറിൻ്റെ സ്വിച്ച് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് താർ ഓടിക്കുന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് വണ്ടി തന്നത് അനന്തുവാണ്, എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അപ്പം അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. നൈബേഴ്സാണ്, ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്നവരാണ്, ചെറുപ്പം തൊട്ട് കണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പം പ്രത്യേകം നന്ദി അനന്തുവിന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.